മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പ്രത്യേകം ആളുകളുടെ രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്ഥാനമാണ്. പറയുന്നത് SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനാണ്. ഇത് മാത്രവുമല്ല, മലപ്പുറത്തെ ശ്രീനാരായണീയർ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ പരാമർശങ്ങൾ ചുങ്കത്തറയിൽ അദ്ദേഹം ഒരു പ്രസംഗത്തിലാണ് പറഞ്ഞത്, ഇത് വലിയ വർഗീയ വിദ്വേഷം പുലർത്തുന്നതാണെന്ന തരത്തിലേക്ക് ചർച്ച വഴിമാറുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? വെള്ളാപ്പള്ളി ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു കാരണവശാലും സമുദായ സ്നേഹമോ അതല്ലെങ്കിൽ സാമൂഹിക കാഴ്ചപ്പാടോ ആയിരിക്കില്ല അതിൻ്റെ പിന്നിലുള്ളത്. കാരണം വെള്ളാപ്പള്ളി പറയുകയാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ താല്പര്യം. ഇത് രണ്ടുമായിരിക്കും അടിസ്ഥാന ഘടകം എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സമുദായത്തിൻ്റെ പേരും സംഘടന പിന്നെ ആ ഒരു എല്ലാം ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നവോത്ഥാന നായകനാണ്. അപ്പം ഇതിനകത്ത് ഈ നവോത്ഥാന നായകനെ സത്യം പറഞ്ഞാൽ സർക്കാരിൻ്റെ ഇപ്പം പിണറായി വിജയൻ ഇതിനകത്ത് ഈ അഭിപ്രായത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കൗതുകപൂർവ്വം കാത്തിരുന്ന് കാണേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വളരെ പഞ്ചിങ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ നർമ്മം കലർത്തിയിട്ടുള്ളത്, വളരെ ഒരു പരിധിവരെ ഭയങ്കര രസകരമായ രീതിയിൽ സംസാരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ആർക്ക് പിടികിട്ടത്തില്ല. അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രസതന്ത്രം ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഇതിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ വരുന്ന സമയത്ത് ഇത് പ്രത്യക്ഷത്തിൽ CPM ഗുണം ചെയ്യണം, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഗുണം ചെയ്യണം. അതോടൊപ്പം തന്നെ BJPക്കും ഇത് അനുകൂലമാണെന്നുള്ളൊരു ധാരണ സൃഷ്ടിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. BDJSൻ്റെ. അപ്പോൾ BDJSൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് BDJSന്, അതല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്ന് BJPയിലുള്ള ഒഴുക്കാണ് കണ്ട സാധനം. അപ്പോൾ അതിനുശേഷമാണ് കേരളത്തിൽ CPM വ്യക്തമായ നിലപാട് മാറ്റം ഉണ്ടാക്കി. അതുവരെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിങ്ങൾ ബ്ലോക്കായിട്ട് LDFനാണ് വോട്ട് ചെയ്തത്. മുസ്ലിങ്ങളുടെ രക്ഷകരായിട്ട് CPMനെയും ഇടതുപക്ഷത്തിനെയും കണ്ടുകൊണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മനസ്സിലായി, ഈ അടിയൊഴുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് CPM നിലപാട് മാറ്റിയിട്ട് ഒരു ഈഴവ സമുദായത്തിനും അല്ലെങ്കിൽ ഹിന്ദു പക്ഷത്തേക്ക് ചായുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പം പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനും മറ്റുമൊക്കെ ഇവിടെ വയനാട് പോയി നടത്തിയ പ്രസ്താവന, അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്ന് വരെ പറയുകയുണ്ടായി. അപ്പം കൃത്യമായിട്ട് ഈ ഒരു വേർതിരിവ് ഉണ്ടാക്കിയെടുക്കുക, ഒരു ഹിന്ദു പക്ഷ ചായ്വ് ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരിക, അതിൽ വിശേഷിച്ചും ഈഴവ സമുദായത്തിൻ്റെ ചായ്വ് അനുകൂലമായി കൊണ്ടുവരിക. അപ്പോൾ ആ ഈഴവ സമുദായത്തിൻ്റെ അനുകൂലമായ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് കേരളത്തിലെ പൊതുരാഷ്ട്രീയ രംഗത്ത് മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. അപ്പോൾ ഇതിനകത്ത് കൃത്യമാണ് ഇപ്പം മലപ്പുറത്ത് പോയിട്ട് ഇവിടെ ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കുന്നത് മലപ്പുറത്ത് കൂടുതലും മുസ്ലിങ്ങളാണുള്ളത്. അതെ. അപ്പോൾ മുസ്ലിങ്ങളുള്ള രാജ്യമായതുകൊണ്ട് അവിടെ ഉള്ള ഈഴവ സമുദായത്തിന്, അതല്ലെങ്കിൽ ശ്രീനാരായണീയർക്ക്, ഹിന്ദുക്കൾക്ക് എന്താണ് അവർക്ക് അതിനിടയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് പറഞ്ഞ അതേ സംഗതി തന്നെയാണ് ആര് പറഞ്ഞേക്കുന്നത്, വെള്ളാപ്പള്ളി പറഞ്ഞത് അല്ലേ? കാരണം 100 ഹിന്ദുക്കളുടെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് പിന്നെ മുസ്ലിങ്ങൾ സുരക്ഷിതരായിട്ട് ജീവിക്കാം, പക്ഷേ 100 മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് 50 ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്ന യോഗി ആദിത്യനാഥിൻ്റെ അതേ ഭാഷ തന്നെ, അതേ വെർഷൻ തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ഹിന്ദു മുസ്ലിം ഒരു അകൽച്ച സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് വ്യക്തമാക്കി മനസ്സിലായിരിക്കുന്നു, എന്താണ്, കേരളത്തിൽ ഇനി മുസ്ലിങ്ങൾ പഴയതുപോലെ തങ്ങളോടൊപ്പം നിൽക്കില്ല. അപ്പം അത് ഇപ്പോൾ ഈ മുനമ്പം ഇഷ്യൂയിലൊക്കെ അത് വളരെ ഒന്നും കൂടെ പ്രകടമായിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ഒപ്പം ക്രിസ്ത്യൻ സമുദായം നീങ്ങുന്ന ഒരു കാഴ്ചയും കേരളത്തിൽ കാണുന്നുണ്ട്.
അപ്പം പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ UDF-നോടൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ വിട്ടുപോകുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ പൂർണ്ണമായിട്ട് തങ്ങളോടൊപ്പം നിർത്താനുള്ള വളരെ ബോധപൂർവമായ ശ്രമം കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പം ഒരു മുസ്ലിം വിഭാഗം ഒരു UDF-ലേക്ക് തിരിയുന്ന ഒരു കാഴ്ച. ആ സമയത്ത് ഈ ഹിന്ദു വിഭാഗം അതല്ലെങ്കിൽ ഈഴവ സമുദായം ഈ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു നിർണായക അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക. അതിനാദ്യം ഈ ഡിവൈഡ് ഉണ്ടാക്കുന്നു. ഇനി ഇലക്ഷനൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹം പറയും ജയിക്കാൻ പോകുന്നത് LDF ആണ്. അടുത്ത മുഖ്യമന്ത്രിക്ക് യോഗ്യനായിട്ടുള്ള വ്യക്തി പിണറായി വിജയനാണ്, അതല്ലെങ്കിൽ മുഹമ്മദ് റിയാസും ഒട്ടും മോശക്കാരനല്ല എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഇവിടെയാണ് ഈ പിണറായി വിജയനും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയും കൂടെയാണ്. കാര്യം ഇതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്ത് മുമ്പോട്ട് വരുന്ന ഏക രാഷ്ട്രീയ കക്ഷി ആരായിരിക്കും? BJP ആയിരിക്കും. സാർ, അതിനകത്ത് ഒരു കാര്യം സംശയിച്ചു. കാരണം ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് വെള്ളാപ്പള്ളി ഉണ്ടയില്ല വഴിയല്ല പൊട്ടിച്ചത്. കാരണം അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്നത്. തീർച്ചയായും സ്വാഭാവികമായിട്ടും അവിടെ മുസ്ലിം ലീഗ് ജയിച്ചു വരുള്ളൂ. കോൺഗ്രസിന് പോലും അവിടെ സീറ്റ് കിട്ടാൻ മുസ്ലിം ലീഗിന്റെ കാരുണ്യം വേണം മുന്നണി സംവിധാനത്തിൽ. ഈ ഒരു കാര്യമാണ് ശ്രീനാരായണീയരുടെ കാര്യം വെച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി CPM-ന്റെ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ സമുദായമായിരുന്നു. അതിനകത്തുനിന്ന് മണ്ണ് ഒലിച്ചൊലിച്ചു പോകുന്നുണ്ട്. അത് BJP-യിലേക്കാണ് പോകുന്നത്. ഇത്തവണത്തെ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവരത് വ്യക്തമായി പറയുകയും ചെയ്തു. നമ്മുടെ വോട്ടുകൾ ചോർന്നു പോകുന്നത് BJP-യിലേക്കാണ്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് അവിടെ ഒരു പ്രത്യേക സംസ്ഥാനം, പ്രത്യേക രാജ്യം പോലെ നിൽക്കുകയാണ്. ഇനിയെങ്കിലും വോട്ടുകൾ പിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ഒരിക്കലും മലപ്പുറം CPM-ന് കൈയെത്തി തൊടാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു ദൂരത്തേക്ക് മാറും. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സന്ദേശം തന്നെയല്ലേ? അതാ പറഞ്ഞ പല പല മുഖങ്ങളുണ്ട് അതിന്. ഒരേ സമയത്ത് പല മുഖങ്ങളുണ്ട്. പിണറായി വിജയന് ഒരു വാണിംഗ് ഉള്ള സാധനമുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയനുള്ള വോട്ട് സംഘടിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ BJP-ക്കും അനുകൂലമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു പ്രത്യക്ഷമായിട്ട്. കാരണം ഇതിപ്പം പരസ്യമായിട്ട് ഇവിടെ ഈ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വെള്ളാപ്പള്ളിയുടെ നടേശനും പറഞ്ഞ പ്രസ്താവനയെ പരസ്യമായിട്ട് സ്വീകരിക്കുന്ന ആരായിരിക്കും? BJP തന്നെ ആയിരിക്കും, അല്ലേ? അതെ. അപ്പം അതിനകത്ത് ഇപ്പോൾ CPM സ്വീകരിക്കാൻ പോകുന്ന നിലപാട് സ്വീകരിച്ചോണം. അപ്പം വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പ്രസംഗമാണ് നടത്തിയത്. കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തിന് ചേർന്ന പ്രസ്താവനയല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള കർശനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അതാണ് ഇതിനകത്തുള്ള ഒരു അന്തർധാര എന്ന് പറയുന്നത് സാർ. ശരിക്കും പോളിറ്റിക്സ് എന്ന് പറയുന്നത് സാർ. അപ്പോൾ ഇതിനകത്ത് ഒരേ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ ഒരു ഭാഗത്ത് CPM-നുള്ള ഒരു വോട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേ സമയത്ത് BJP-ക്കുള്ള അനുകൂലമായ മകൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മകനുള്ള ഒരു പ്രചാരണ വേലയിൽ ഏർപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡിവൈഡ് ഉണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം ഈ ഇദ്ദേഹം പറയുന്ന സംഗതി എന്താണ്? മലപ്പുറം ജില്ലയിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ. അതെ. അവിടെ ഉണ്ടാകുന്ന ന്യൂനപക്ഷം ആരാണ്? ഹിന്ദുക്കൾ. അപ്പോൾ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹിന്ദു ന്യൂനപക്ഷത്തിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ന്യൂനപക്ഷമായി മാറുന്ന സമൂഹത്തിന് ഇവിടെ ശ്വാസം വിടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങും. അതാണ് കൃത്യമായിട്ട് പറഞ്ഞത് അല്ലേ? ശ്രീനാരായണീയർ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ അതാണ്. ഹിന്ദുക്കളെ മാത്രമല്ല, അതിനകത്ത് ക്രിസ്ത്യാനികളും വരുന്നുണ്ട് സാർ. ന്യൂനപക്ഷം അല്ലേ? മനസ്സിലായല്ലോ? തിരിച്ച് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഭൂരിപക്ഷമായ ഒരു സ്ഥലത്ത് ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷക്കാരായാൽ അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതെ, ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സാധനം. അപ്പൊ ഇതൊരു മൊത്തത്തിൽ ഒരു 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 ഭീതിയല്ല ഒരു ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുക. ഇത് ശരിയല്ലേ? കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി കഴിഞ്ഞാൽ, അതായത് പ്രദേശമായി കഴിഞ്ഞാൽ, സംസ്ഥാനമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളും ന്യൂനപക്ഷങ്ങളും ശ്വാസം മുട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡെമോഗ്രാഫിക്കായിട്ട് ജനസംഖ്യാപരമായ ഒരു വർധനവിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ഡൈനാമിക്സിൽ, ആ ബലതന്ത്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു ഭയങ്കര ഭീതി ജനങ്ങളിൽ സൃഷ്ടിക്കും. ഇങ്ങനെയാണ് ഈ മതങ്ങളും മറ്റേ വർഗീയ വികാരങ്ങളൊക്കെ മനുഷ്യനിലേക്ക് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കയറ്റിക്കൊടുത്താനും വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ ഇതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അയൽവക്കത്തൊരു
മറ്റൊരു മതസ്ഥൻ വന്ന് താമസിക്കുകയാണെങ്കിൽ, വ്യക്തി വന്ന് താമസിക്കുകയാണെങ്കിൽ അവൻ ഏത് മതക്കാരനാണെന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാകും. ഇങ്ങനെയാണ് ഈ സാമൂഹികമായ വിഭജനം സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ അതിവിദഗ്ധമായ ഇത് ഇദ്ദേഹം കാച്ചിക്കുറുക്കി ആലോചിച്ച് ചെയ്ത സാധനമാണിത്. ഒരേ സമയത്ത് BJPയുടെ ഏറ്റവും പ്രിയപ്പെട്ട നാവായിട്ട് മാറുക, അതേ സമയത്ത് ഈ തെരഞ്ഞെടുപ്പുകളും മറ്റേതൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹമായിരിക്കും പറയുന്നത് ഇവിടെ ശക്തമായൊരു ഭരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വരണം, അല്ല ഇടതുപക്ഷം വരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ ഈഴവ സമുദായത്തിൻ്റെ ഈ ശ്വാസമുട്ടലിനെ കുറിച്ച് പറയുമ്പോൾ ആ സമുദായത്തിൻ്റെ നേതാക്കളും അല്ലെ സമുദായവും കൂടെ നിൽക്കുന്നു അല്ലേ, ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അപ്പം അണികളെ കൂടെ നിർത്താനും സമുദായത്തെ അതിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും ഉറപ്പിച്ചു നിർത്തി അവരെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഉള്ള ഒരു കണക്കുകൂട്ടലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ കണക്കുകൂട്ടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. മാത്രമല്ല കൃത്യസമയത്തുമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാനലുകൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പം MESൻ്റെ അല്ലെങ്കിൽ അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ പ്രതികരണം തേടുന്നുണ്ട്. കാരണം അവരത് പറഞ്ഞ് ഒരു വിവാദമായാൽ മാത്രമേ അടുത്ത ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യുള്ളൂ. പക്ഷേ CPM നേതാക്കൾ തന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ടോ ആയിരിക്കാം ഒന്നും മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിലൊരു വിവാദം സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം മാധ്യമങ്ങളൊക്കെ നടത്തും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാവും. തീർച്ചയായിട്ടും. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഇപ്പം ഹിന്ദുവിന് കൊടുത്ത ഒരു ഹിന്ദു പത്രത്തിൽ ഡൽഹിയിൽ പോയിട്ട് വന്ന ഇൻ്റർവ്യൂ ഇല്ലേ, അതിനകത്തേക്ക് ഉള്ള സൂചന ഈ ഒരു ദിശയിലേക്കല്ലേ? അതെ അല്ലേ, മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള സാധനമല്ലേ? അതെ. അപ്പോൾ ആ നറേറ്റീവാണ് ഇത്രയും കൂടെ പ്രകടമായിട്ട് വെള്ളാപ്പള്ളി എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനം അല്ലേ. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ കാണേണ്ട സാധനം. അപ്പോൾ എന്തായാലും ചർച്ചകൾ മുഴുകട്ടെ. നമുക്ക് വീണ്ടും ഈ വിഷയം എനിക്ക് ഇപ്പൊ തന്നെ ആകെ വളരെ മതേതരം കേരള എന്താ പറയുക, ഈ കേരള സാർ 100% ലിറ്ററേച്ചർ സാർ എല്ലാവർക്കും സജീവമായിട്ടുണ്ടോ? അതെ അതെ അതെ, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.